മലയാള സിനിമയിലെ സ്ത്രീകളെവിടെ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. ഈ വർഷം മോളിവുഡിനെ തന്നെ ഞെട്ടിച്ച പല ഹിറ്റുകളും ഉണ്ടായെങ്കിലും അതിനിടയിലും ഉയർന്നു കേട്ട ചോദ്യം ഇതായിരുന്നു. വിജയിച്ച സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്നതിലുപരി സ്ത്രീകൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സിനിമകൾ ഇല്ലാത്തതായിരുന്നു പ്രശ്നം. എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഉള്ളൊഴുക്ക്. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ വാക്പോര് നടത്താതെ ഹാഷ്ടാഗ് തർക്കങ്ങളില്ലാതെ മലയാള സിനിമയിലെ സ്ത്രീകൾ എന്താണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും പാർവതിയും. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ഭ്രമയുഗം, പ്രേമലു തുടങ്ങി ഒട്ടനവധി ഹിറ്റുകൾ നൽകിയ മലയാള സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യം വരുന്നത്. സംവിധായിക അഞ്ജലി മേനോൻ കൂടി ആ പോസ്റ്റ് പങ്കുവെച്ചതോടെ അത് വലിയ ചർച്ചയുമായി. എന്നാൽ പല കോണിൽ നിന്നും പലതരം അഭിപ്രായങ്ങളാണ് വന്നത്. ഓരോ സിനിമകൾക്ക് അതിൻ്റെതായ ശൈലിയും കഥാപാത്രങ്ങളും ഉണ്ടെന്നും മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവന്ന് നോക്കുകുത്തിയാക്കി നിർത്തുന്നതിലും നല്ലത് അതില്ലാത്തതാണെന്നും ആവശ്യമുള്ളിടത്ത് പോരെയെന്നും വിമർശനങ്ങൾ വന്നു. ശരിയാണ്. പക്ഷേ സ്ത്രീകളില്ലാത്ത സിനിമകളാണ് വിജയിക്കുക എന്ന ഫോർമുല ചിന്താഗതിയുമായി പോലും ഒരു പറ്റം സോഷ്യൽ മീഡിയ പാട്രിയാർക്കി സമൂഹം പറയാൻ തുടങ്ങി. എന്നാൽ സ്ത്രീ കഥാപാത്രം എന്നതിലുപരി അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സ്പേസ്, അല്ലെങ്കിൽ ആ സിനിമ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് എന്നതായിരുന്നു മറ്റു പലരും മുന്നോട്ട് വെച്ച ആശയം. ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും സ്വാഭാവികമായി പലരും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലപാടുകളും അഭിപ്രായങ്ങളും വിളിച്ചു പറയുന്ന പാർവതി തിരുവോത്തിനെ പോലുള്ള മലയാള സിനിമയിലെ നടിമാരെയായിരുന്നു. എന്നാൽ താരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കാണിച്ചു കൊടുത്തു മലയാള സിനിമയിലെ സ്ത്രീകൾ എന്താണെന്ന്. I don't have an opinion. I just want to do and show. My film is a good example. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം, കറിയൻ സയനൈഡിന്റെ സംവിധായകന്റെ ചിത്രം, ഉർവശി, പാർവതി തിരുവോത്ത് എന്നിവർ ഒന്നിക്കുന്ന ചിത്രം എന്നിവയെല്ലാം ഈ സിനിമയുടെ പ്ലസ് പോയിന്റുകളായിരുന്നു. അത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ഡീപ്പായാണ് ഉള്ളൊഴുക്കിനെ പ്രേക്ഷകർ ഉള്ളിലേക്ക് എടുത്തത്. സിനിമാ മേഖലയിലെ അമരന്മാരുൾപ്പെടെ ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞത് സിനിമയുടെയും അതിലെ താരപ്രകടനങ്ങളുടെയും ക്വാളിറ്റിയെക്കുറിച്ചാണ്, അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. സിനിമ പ്രഖ്യാപിച്ചത് മുതൽ വന്ന ഓരോ പോസ്റ്ററിലും ടീസറിലും ട്രെയിലറിലും എല്ലാം പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരുന്നു. കാണുന്ന പ്രേക്ഷകരുടെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെക്കുന്ന ഒരു അനുഭൂതി. സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കും പറയാനുള്ളത് അത് തന്നെയായിരുന്നു. സ്ത്രീകൾ ഒരുപാടുള്ള സിനിമ എന്നതല്ല, ഉള്ള സ്ത്രീകൾക്ക് ആ സിനിമയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിലാണ് കാര്യം. അത് പാർവതിയും ഉർവശിയും ഉള്ളൊഴുക്കിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഉർവശി എന്ന നടി മലയാള സിനിമയുടെ ആരാണെന്ന് നമുക്കറിയാം. ഒപ്പം പാർവതിയും. അടുത്ത കാലത്തായി മലയാള സിനിമയിൽ പാർവതിക്ക് അവസരങ്ങൾ കുറഞ്ഞു പോകുന്നുവെന്നും താരത്തിന്റെ നിലപാടുകളാണ് അതിന് കാരണമെന്നും പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഒരാളുടെ നിലപാട് അയാളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട് മാത്രമാണ്. പക്ഷെ കഴിവ് അത് എത്ര അടിച്ചമർത്തിയാലും പതറില്ല. തള്ളി പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ഈ ചിത്രം. അഭിനയത്തിന്റെ കാര്യത്തിൽ പകരം വെക്കാനില്ലാത്ത രണ്ടുപേർ ഒരേ സ്ക്രീനിൽ എത്തുമ്പോൾ അതിന്റെ റിസൾട്ട് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതാണ് ഉള്ളൊഴുക്ക് നമുക്ക് തന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.